എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ കുറച്ച് നാളുകളായിട്ട് എക്സാമിന്റെ പ്രിപ്പറേഷൻ വീഡിയോ ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജൂനിയർ അക്കൗണ്ടന്റ് എക്സാമിന്റെ നമ്മൾ അക്കൗണ്ടൻസിയും കോസ്റ്റ് അക്കൗണ്ടിങ്ങും ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പൊ ഞാൻ ഈ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തപ്പോഴേ ആദ്യമേ തന്നെ നിങ്ങളോട് പറഞ്ഞിരുന്നു നമുക്കിത് കമ്പൈൻ സ്റ്റഡി പോലെ തുടങ്ങാം. കുറച്ച് പേര് നമ്മുടെ ഒപ്പം നിങ്ങൾ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ക്ലാസ്സുകളെല്ലാം കണ്ടിന്യൂ ചെയ്തു പോവും, റെഗുലർ ആയിട്ട് ക്ലാസ് അപ്ലോഡ് ചെയ്യുന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പൊ ഞാൻ ആദ്യമൊക്കെ രാവിലെ അക്കൗണ്ടിങ്ങിന്റെ ക്ലാസ്സും പിന്നെ വൈകിട്ട് കോസ്റ്റ് അക്കൗണ്ടിങ് അങ്ങനെ അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ കുറച്ചായി കഴിഞ്ഞപ്പോൾ രാവിലത്തെ ക്ലാസ്സുകൾക്കൊന്നും ആളുകൾ വ്യൂസ് ഇല്ല, കാണുന്നില്ല. പിന്നെ ഒറ്റ ക്ലാസ് വെച്ചിട്ട് അങ്ങനെ ചെയ്യാമെന്ന് ഓർത്തു. നമ്മുടെ ഈ കൂടെയുള്ള കുട്ടികളെ പറ്റി ഞാൻ ഒരു കഴിഞ്ഞ രണ്ട് വീഡിയോസിന് തൊട്ട് മുന്നുള്ള, അതായത് ഒരു കഴിഞ്ഞ ആഴ്ചയാന്ന് തോന്നുന്നു, ഏതോ ഒരു വീഡിയോയിൽ ഞാനിങ്ങനെ പറയുകയും ചെയ്തു, നിങ്ങൾ തീർച്ചയായിട്ടും ആരാണ് എന്താണ് മീൻസ് അങ്ങനെയല്ല, നിങ്ങൾ കാണുന്നുണ്ടോ, നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടോ, നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ, എത്ര പേരാണ് റെഗുലർ ആയിട്ട് കാണുന്നവരെല്ലാവരും കമന്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിരുന്നു. ഇതൊന്നും കമന്റ് ചെയ്ത് ലൈക്ക് ചെയ്ത് എനിക്ക് വ്യൂസ് കൂട്ടാനോ അല്ലെങ്കിൽ വ്യൂസ് ഉണ്ടാക്കാനോ വേണ്ടിയിട്ടല്ല. നമ്മളൊരു എഫേർട്ട് എടുക്കുന്ന സമയത്ത്, നമ്മളൊരു കാര്യം ചെയ്യുന്ന സമയത്ത് അതിന് മറ്റുള്ളവര് അത് അത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഇത്രയും പേര് അത് കാണുന്നുണ്ട്, ഇത്രയും പേര് നമ്മുടെ വീഡിയോസ് ലൈക്ക് ചെയ്യുന്നുണ്ടെന്ന് അറിയുന്നത് നമ്മളെ സംബന്ധിച്ച് വളരെയധികം മോട്ടിവേഷൻ ഉള്ള ഒരു കാര്യമാണ്. തുടക്കം മുതലേ ഞാൻ പറയുന്നതാണ്. അപ്പോ പല വീഡിയോസിലും പല ആളുകളും ഒരു വീഡിയോ കാണുമ്പോൾ ചിലപ്പോ ഒരാൾ കമന്റ് ചെയ്തു എന്നിരിക്കട്ടെ, അടുത്ത വീഡിയോ ആകുമ്പോൾ അയാളെ കാണില്ല, പിന്നെ അടുത്ത വീഡിയോ കാണുമ്പോൾ വേറെ, അങ്ങനെ ഒരു നമുക്ക് റെഗുലർ ആയിട്ട് എത്ര സ്റ്റുഡൻസ് ആണ് അല്ലെങ്കിൽ എത്ര പേരാണ് റെഗുലർ ആയിട്ട് ഫോളോ ചെയ്യുന്നത്, എന്നാ ഇവര് കാണുന്നുണ്ടോ ആദ്യം. അപ്പൊ നമുക്കൊരു വിഷമാണ്, കാരണം ആദ്യം കണ്ട കുട്ടികള് ഇപ്പൊ എവിടെ പോയി, അല്ലെങ്കിൽ അവരത് കാണുന്നുണ്ടോ, അവർക്ക് മനസ്സിലാവുന്നില്ലേ. അപ്പൊ അങ്ങനെ ഇറഗുലർ ആയിട്ട് പലരും പല രീതിയിൽ പല ചില വീഡിയോസിന് കമന്റ് ചെയ്യുന്നു, ചില വീഡിയോസ് കാണുന്നില്ല, അങ്ങനെ ഒരു രീതിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതെനിക്ക് മാനസികമായിട്ട് വളരെയധികം എനിക്ക് പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, യൂട്യൂബ് പോലുള്ള മീഡിയയിൽ നമുക്ക് കമ്മ്യൂണിക്കേഷന്റെ ഒരു ഗ്യാപ്പ് നല്ലപോലെ തന്നെ ഉണ്ട്. നമുക്ക് ഇങ്ങനെ റെക്കോർഡ് ചെയ്ത് ഞാനിങ്ങനെ പറയുമ്പോൾ നിങ്ങളത് മനസ്സിലാക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും, ഇതിപ്പോ ലാസ്റ്റ് ഞാൻ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്, നിങ്ങള് സ്ഥിരമായിട്ട് എത്ര പേര് ഏതൊക്കെ നമ്മുടെ ക്ലാസ് ഫോളോ ചെയ്യുന്ന ആളുകൾ ഈ വീഡിയോയുടെ താഴെ തീർച്ചയായിട്ടും അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഇതുവരെ നമ്മൾ എടുത്ത ടോപ്പിക്കുകൾ അല്ലെങ്കിൽ ഇതുവരെ നമ്മുടെ ക്ലാസ്സുകൾ ഇപ്പോ തൊട്ട് മുന്നേ എടുത്ത ക്ലാസ് വരെ എത്തി നിൽക്കുന്ന ആളുകൾ ആ ക്ലാസിന്റെ നമ്പർ കൊടുത്തിട്ട് കമന്റ് ചെയ്യുക. അതല്ല റെഗുലർ ആയിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്, പക്ഷെ പഴയ വീഡിയോ അല്ലെങ്കിൽ ഒരു 8ാമത്തെ ക്ലാസ് എത്തിയിട്ടുള്ളൂ, 10ാമത്തെ ക്ലാസ് എത്തിയിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ അങ്ങനെ കമന്റ് ചെയ്യുക. ഇതിപ്പോ ഈ വീഡിയോ ഞാൻ ചെയ്യാൻ കാരണം, ലാസ്റ്റ് ക്ലാസ് ഞാൻ അപ്ലോഡ് ചെയ്തപ്പോൾ ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ തന്നിരുന്നു കോസ്റ്റ് അക്കൗണ്ടിങ്ങിന്റെ. ഈ ലാസ്റ്റ് പ്രോബ്ലം അപ്ലോഡ് ചെയ്ത സമയത്ത് സ്റ്റോക്ക് ലെവൽസിനെ കുറിച്ചുള്ള ഒരു പ്രോബ്ലം അപ്ലോഡ് ചെയ്തിരുന്നു. അപ്പോൾ ആ വീഡിയോ ചെയ്തപ്പോൾ അതിന് യാതൊരു റെസ്പോണ്ടും ആരും ചെയ്തില്ല. അപ്പൊ ഞാൻ പറയട്ടെ, ഞാനും PSCക്ക് പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണ്. അപ്പോ എനിക്ക് കുറച്ചു പേര് തുടക്കത്തിൽ തന്നെ കുറച്ചു പേരൊക്കെ ഞങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ട് മിസ്സേ, ഞങ്ങള് റെഗുലർ ആയിട്ട് പഠിക്കുന്നുണ്ട് മിസ്സേ എന്നൊക്കെ പറഞ്ഞത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഞങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ഓരോ ക്ലാസ് ആയിട്ട് ഇങ്ങനെ ആ കുട്ടികളെ മനസ്സിൽ വിചാരിച്ചിട്ട്, ഞാൻ നിങ്ങളെ കണ്ടിട്ടില്ല, എനിക്ക് നിങ്ങളെ അറിയില്ല, നിങ്ങളുമായിട്ട് കൂടുതൽ സംസാരിച്ചിട്ടില്ല, പക്ഷെ എന്നാലും നമ്മുടെ ക്ലാസ് ഫോളോ ചെയ്യുന്നവരുണ്ട് എന്ന ഒരു വിശ്വാസത്തിലാണ് നമ്മളത് ചെയ്യുന്നത്. പക്ഷെ പകുതി വന്നപ്പോ ഈ പറഞ്ഞ ആളുകൾ പലരും പല രീതിയിൽ, ചിലവര് കാണുന്നുണ്ടോ കാണുന്നില്ലേ, അല്ലെങ്കിൽ എവിടെ എത്തി, ഇത് മനസ്സിലാവുന്നുണ്ടോ, ഒന്നും എനിക്ക് അങ്ങോട്ട് ഒരു ക്ലാരിറ്റി കിട്ടുന്നില്ല. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ ഒരു വീഡിയോയുടെ താഴെ നിങ്ങൾ ദയവ് ചെയ്ത് കമന്റ് ചെയ്യുക. അല്ലെങ്കിൽ ഞാൻ നാളെ മുതൽ ഞാൻ എൻ്റെ ക്ലാസ് സ്റ്റോപ്പ് ചെയ്യാണ്, ഞാൻ ഇനി വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നില്ല. പഠിപ്പിക്കുന്ന ഒരു ഫീൽഡ് എനിക്ക് ഇഷ്ടമാണ്, ടീച്ചിങ് എനിക്ക് പാഷനേറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ടാണ്. പിന്നെ ഞാൻ MCOM ഗ്രാജുവേറ്റ് ആണ്. അപ്പോൾ എനിക്ക്
എനിക്കറിയാവുന്ന സബ്ജക്ട്സ് കുറച്ച് എനിക്ക് മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യാനും അല്ലെങ്കിൽ അവർക്ക് പറഞ്ഞു കൊടുക്കാനും ഒക്കെ എനിക്ക് വലിയ താല്പര്യമാണ്. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഞാനിങ്ങനെ ക്ലാസ്സുകളൊക്കെ ഇടുന്നത്. അപ്പോൾ വേറെ അതിന് പക്ഷെ അങ്ങനെ കാഴ്ചക്കാരില്ല അല്ലെങ്കിൽ ആവശ്യക്കാരില്ല എന്നുണ്ടെങ്കിൽ ഞാനിങ്ങനെ സ്ട്രെയിൻ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. കാരണം ഒരു വീഡിയോ ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞില്ലേ, എല്ലാ യൂട്യൂബേഴ്സിനെ നോക്കുകയാണെന്ന്, ടീച്ചിങ് ആണെങ്കിലും നോൺ ടീച്ചിങ് ഫീൽഡ് ആണെങ്കിലും ഒരു വീഡിയോ റെക്കോർഡ് ചെയ്ത് അത് അപ്ലോഡ് ചെയ്ത് ചെയ്യാന്ന് പറയുന്നത് ഇച്ചിരി സ്ട്രെയിൻ ഉള്ള കാര്യമാണ്. ടീച്ചിങ് വീഡിയോ ആവുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ പ്രിപ്പറേഷനും കൂടെ ആവശ്യമാണ്. അപ്പൊ അതൊക്കെ ചെയ്തിട്ടാണ് നിങ്ങളുടെ മുന്നിലോട്ട് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ടൈപ്പിങ്ങിന്റെ ആ ഒരു സമയം കൂടെ ലാഭിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ടെക്സ്റ്റ് ബേസ് ചെയ്ത് അങ്ങനെ ക്ലാസ് എടുക്കുന്നത്. അല്ലെങ്കിൽ അത് പ്രസന്റേഷൻ പവർ പോയിന്റിൽ ആക്കിയിട്ട് നമുക്ക് ചെയ്യാം. പക്ഷെ അപ്പോഴും ഞാൻ ആ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ഒരു ടൈമിൽ ഒരു ലാഗ് വരും. അപ്പോൾ അത് വേണ്ട എന്ന് ഓർത്തിട്ടാണ് ഡെയിലി നിങ്ങൾക്ക് കണ്ടന്റ് കൊടുക്കണം, അല്ലെങ്കിൽ നമുക്ക് പഠിച്ചു പോകണം എന്ന് ഓർത്തിട്ടാണ് ഞാൻ അതും അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ താല്പര്യക്കുറവ് നിങ്ങൾക്കുണ്ട് എന്ന് എനിക്കിപ്പോ ഈ ലാസ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്ത വീഡിയോ ഒന്നും മനസ്സിലായി. അതിന് തൊട്ട് മുന്നേ നമ്മൾ MCQ ചെയ്തപ്പോ ഒരു അതിന്റെ മാർക്ക് പറയാൻ പറഞ്ഞ ഒരു വീഡിയോ ചെയ്തപ്പോഴും അധികം ആരും തന്നെ പറഞ്ഞിട്ടില്ല. ഒരു 3 കുട്ടികൾ ഒഴികെ അധികം ആരും പറഞ്ഞിട്ടില്ല. ആ 3 പേരെ ഈ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടുമില്ല. അപ്പൊ അങ്ങനെ എന്താ പറയുന്നത്, അങ്ങനെ ഫോളോ ചെയ്യുന്ന ആളുകളില്ല എന്ന് എനിക്ക് ഇപ്പോ മനസ്സിലാവുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ക്ലാസ്സുകൾ തുടർന്ന് കൊണ്ടുപോകണോ എന്നുള്ളതിനെ കുറിച്ച് ഞാനിങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ. കാരണം ഞാനും ജനറൽ PSC നോക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് കുറച്ച് എന്താ പറയുന്നത്, നിങ്ങൾ ആവശ്യക്കാരില്ല എന്നുണ്ടെങ്കിൽ വെറുതെ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യണമെന്ന് താല്പര്യപ്പെടുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ കമന്റ്സ് കൊടുക്കുക. കമന്റ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മളെ ഫോളോ ചെയ്യുന്ന എത്ര പേരുണ്ട്, അല്ലെങ്കിൽ ഏതൊക്കെ ക്ലാസ് എവിടം വരെയൊക്കെ എത്തി എന്നുള്ളത് അറിഞ്ഞാൽ മാത്രമേ ഞാൻ ഇനി ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്നുള്ളൂ. ഇത് എൻ്റെ വിഷമം കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കുമെന്ന് ഞാൻ കരുതുകയാണ്.